Hi all, Empuran, directed by Prithviraj Sukumaran and lead role by Mohanlal, the superstar Mohanlal. ഓക്കെ, എന്തിനായി കഴിഞ്ഞാലും പടം കണ്ടു. ഇന്നും നാളെയും മറ്റന്നാളൊന്നും ടിക്കറ്റുകൾ ലഭ്യമല്ല, ഹൗസ്ഫുള്ളാണ്. പടം നന്നായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മോശമായിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഞാനിതിൽ രണ്ടാമത് പറഞ്ഞത് മോശമായിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാം എന്ന് പറയാം. ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എങ്ങനെ വേണമെങ്കിലും ഒരു ഡയറക്ടർക്ക് അതൊക്കെ ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഒരു കൊമേഴ്ഷ്യൽ ഫിലിം. പക്ഷേ പൃഥ്വിരാജ് എക്സ്പെക്ടേഷൻ എമ്പുരാൻ ആനയാണ്, മയിലാണ്, ആനമയിൽ ഒട്ടകാണെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഒരു ലോ ക്ലാസ് ഫിലിമാന്ന് അറിഞ്ഞില്ല. കാരണം കോടികൾ വാരിയെറിയാം, കോടികൾ ചെലവഴിക്കാം, പക്ഷേ ഈ കോടികൾ ചെലവഴിക്കുന്നതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പടം ഐ എം ടോട്ടലി ഡിസപ്പോയിന്റഡ് ബിക്കോസ് എമ്പുരാന്റെ ഒരു ഹൈപ്പും തന്നെ ഈ ഒരു സിനിമയിലില്ല. എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് എന്ത് എബ്രഹാം ഖുറേഷി, എന്ത് സയ്യിദ് മസൂദ്, എനിക്ക് മനസ്സിലാവുന്നില്ല. 200 കോടി ചെലവഴിച്ചിട്ട് ദിസ് ഇസ് എ ഹെലികോപ്റ്റർ ഫിലിം. ഈ പടത്തിൽ മൊത്തത്തിൽ ഒരു ഹെലികോപ്റ്റർ അനുഭവമാണ് എനിക്ക് സിനിമയിൽ കിട്ടിയത്. മൊത്തത്തിലൊരു ഹെലികോപ്റ്റർ അനുഭവം. ഒരു 250 ഹെലികോപ്റ്ററുകൾ മിനിമം ഈ ഒരു പടത്തിലുണ്ട്. ഈ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭയുടെ, നമ്മുടെ ലാലേട്ടൻ, നമ്മൾ എന്താണോ നിർണയത്തിൽ കണ്ട ലാലേട്ടൻ, നമ്മളെന്താ കിരീടത്തിൽ കണ്ട ലാലേട്ടൻ, നമ്മളെന്താ രാവണപ്രഭുവിൽ കണ്ട ലാലേട്ടൻ, നമ്മളെന്താണ് നരനിൽ കണ്ട ലാലേട്ടൻ, ഈ ഒരു സിനിമകളിലൊക്കെ തന്നെ ആയി കഴിഞ്ഞാലും കട്ടൗട്ട് പറയാതെ നമ്മുടെ ലാലേട്ടൻ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ആക്ടറാണ്. ഈ ഒരു ആക്ടറിൽ നിന്ന് പൃഥ്വിരാജ് ഒന്നും തന്നെ ഗ്രാസ്പ് ചെയ്തെടുത്തിട്ടില്ല എന്നാണ് ഈ ഒരു പടത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു ദിനോസർ നടക്കുന്ന മാതിരിയാണ് ഈ ഒരു പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. വെറും ദിനോസർ. ഒരു ചിരി പോലും മോഹൻലാൽ സാറിന്റെ മുഖത്തിൽ നിന്ന് കിട്ടുന്നില്ല. ജസ്റ്റ് ഓൺലി ഡയലോഗ് വിത്ത് മാസ് ഡയലോഗുകൾ പറയാൻ മാത്രമായിട്ടൊരു പ്രതിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറും മാസ് ഡയലോഗുകൾ മാത്രം. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പൃഥ്വിരാജ് സലാറിൽ അഭിനയിച്ച് പ്രഭാസിന്റെ ക്യാരക്ടർ പിടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം വെറും മസിൽ പിടിച്ച് ദിനോസർ നടക്കുന്ന വരെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഹെലികോപ്റ്റർ മൂവി ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 218 കോടി അങ്ങനെ എന്തൊക്കെ റൂമറുകളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ കോടികൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പടത്തിന് എന്തിനാണെന്ന് വെച്ചാൽ ഹെലികോപ്റ്ററുകൾ വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വാടക എടുക്കാനായിട്ടായിരിക്കാം. അത്രയും ഹെലികോപ്റ്ററുകൾ ഉണ്ട്. ഒരു കാറ് വിളിച്ച് പോകേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു സീനിൽ കംപ്ലീറ്റ് ഹെലികോപ്റ്ററാ. സൈക്കിൾ എടുത്ത് പോകേണ്ട സ്ഥലത്തേക്ക് വരെ മോഹൻലാൽ ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഒരു സിനിമന്റെ സംഭവം. മോഹൻലാലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും വന്നിട്ടില്ല. എന്താ നമ്മുടെ മോഹൻലാൽ, അതായത് അതുല്യനായിട്ടുള്ള കലാകാരൻ. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എത്ര നന്നായിട്ടാണ് ലൂസിഫർ പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നടാ പണി വെച്ചെടുക്കുക എന്ന് ചോദിക്കേണ്ടി വരും. ലൂസിഫർ ഇത്ര നന്നായിട്ട് ലൂസിഫർ എടുത്ത പൃഥ്വിരാജ് എന്തുകൊണ്ട് എമ്പുരാൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർത്തും പ്രസക്തമായിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മൂവി കുറച്ചുകൂടെയൊക്കെ പൃഥ്വിരാജിന് ശ്രദ്ധിക്കാമായിരുന്നു. തീർച്ചയായിട്ടും മുരളി ഗോപിക്ക് ശ്രദ്ധിക്കാമായിരുന്നു. പിന്നെ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ദീപക് ദേവ്. എന്നാ ഇയാൾ ചെയ്തു വെച്ചിട്ടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ടതാണ് വിക്രം എന്ന സിനിമ കണ്ടതാണ്. വിക്രം എന്ന് പറയുന്ന സിനിമയിൽ ഓരോരോ പേര്, ഫഹദ് ഫാസിൽ, വിജയ് സേതുപതി, കമൽ സാർ, അതേപോലെ തന്നെ സൂര്യ സാർ, ഇവരാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഒരു പവർഫുൾ എന്ന് പറയുന്നത് ഇവരുടെ BGM ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ആ ലാസ്റ്റ് റോളക്സിന്റെ BGM, ആ റോളക്സിന്റെ BGM, വിത്തൗട്ട് ദാറ്റ് BGM റോളക്സ് ഈസ് സീറോ. അതുപോലെ തന്നെ ഭീഷ്മപർവം എടുത്ത് നോക്കുകയാണ് സുഷിൻ ശ്യാം എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൂസിഫർ ആണെങ്കിലും കുഴപ്പമില്ല, അത് ദീപക് ദേവനാണ് ചെയ്തത്. എങ്കിലും ഈ ഒരു പടത്തിൽ ഒരു ജണ്ട കൊട്ടുന്ന മാതിരത്തെ ഒരു സംഗീത സംവിധായകനായപ്പോൾ പൃഥ്വിരാജ് ഇത് സെലക്ട് ചെയ്തിരുന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BGM കൊണ്ട് ഒന്നും തന്നെ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടില്ല. ഈ 200-300 കോടിയൊക്കെ ചെലവഴിക്കുമ്പോൾ നല്ലൊരു മ്യൂസിക്കൽ ഡയറക്ടറെ വെച്ചൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
വളരെ മോശം, വളരെ മോശം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മോശം. അതൊക്കെയാണ് ഈ സിനിമന്റെ മേജർ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ പൃഥ്വിരാജ് ഒന്നും തന്നെയില്ല. പിന്നെ ആന്റണി പെരുമ്പാവൂർ, ഒരു റാവുത്തർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എന്തിനാണ് ഈ സാധനത്തിന്റെ കീഴിലേക്ക് പിടിച്ചടിച്ച് ഇത്രയും കോടികൾ ചെലവഴിക്കുന്ന റാവുത്തർ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാധനം അയാൾക്കില്ല. പിന്നെ എനിക്ക് ഇപ്പോഴാണ് വിവേക് ഒബ്രോയ് സാറിനോട് എനിക്കൊരു ഒരു ഹാറ്റ്സ് ഓഫ് പറയാനുള്ളത്. അദ്ദേഹം ലൂസിഫറിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവം, ഇറ്റ്സ് എ ഹാറ്റ്സ് ഓഫ്. ഇതിലൊരു വില്ലൻ ഉണ്ട്, ഒന്നിനും പറ്റാത്തൊരു വില്ലൻ. ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ഇദ്ദേഹം വന്ന് മറച്ചിടുകയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനെ അവസാന ഘട്ടത്തിലേക്ക് വെച്ചിട്ട് മോഹൻലാൽ വളരെ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. എന്താണ് ഈ പൃഥ്വിരാജ് ഒരു ഡീകോഡിംഗ് ഇല്ലായിരുന്നു. ഡയറക്ടർ വൈസ് വളരെ ഒരു ഓക്കെ, ഈ പൈസ ചെലവഴിച്ചതിലും അതുപോലെ തന്നെ ഈ ഒരു എടുത്ത പാക്കപ്പ് വളരെ നന്നായിട്ടുണ്ട്. ഒരു ഓവറോൾ ഒരു പിക്ചർ, അല്ലെങ്കിൽ നമുക്ക് ഓവറോൾ എന്താ പറയാ, അതില് നമുക്ക് ഒരു സിനിമാറ്റിക് ഒരു സംഭവം കാണാം. സിനിമാറ്റിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിഷ്വൽസ് എന്ന് പറയും, വിഷ്വൽ ട്രീറ്റ് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആ വിഷ്വൽ ട്രീറ്റ് ഒന്നും ഇതിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഒരു കമേഴ്ഷ്യൽ ഫിലിം എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രേക്ഷകർക്ക് നൽകണം, തീർച്ചയായിട്ടും നൽകണം. ഒരു മോഹൻലാൽ പോലത്തെ ഒരു നടന് ഇത്രയും ചെറിയൊരു വേഷം, ചെറിയൊരു വളരെ കുറഞ്ഞ സമയമുള്ളൂ ഈ മോഹൻലാലിന് ഈ ഒരു പടത്തില്. പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് മിസ്റ്റേക്ക് പിന്നെയുണ്ട്. മിസ്റ്റേക്കുകളോട് മിസ്റ്റേക്കാണ്. ഒരു കണക്ഷനും കിട്ടുന്നില്ല, ഒരു കണക്ഷനും കിട്ടുന്നില്ല. ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കുമ്പോൾ ഇവര് എമ്പുരാൻ അങ്ങനെയാണ്, എമ്പുരാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ പ്രേക്ഷകർ നൽകും. ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഐ ആം വെരി ഡിസപ്പോയിന്റഡ് ഫോർ ദിസ് ഫിലിം. ആൻഡ് എമ്പുരാൻ 3 ഇറങ്ങുന്നുണ്ട്. എമ്പുരാൻ 3 ഇറങ്ങട്ടെ. ദിസ് ഇസ് എ ഫെയിൽഡ് വിത്ത് ഡയറക്ടർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡയറക്ടറുടെ ഒരു ബ്രില്യൻസിന്റെ എവിടേക്കോ ഒരു കുറവ്, എവിടേക്കോ അല്ല, പല സ്ഥലങ്ങളിലും ഇതിന് വളരെയധികം കാണാം ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി L3 ഇറങ്ങാനുണ്ട്. ഇനി ലാസ്റ്റിലേക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല വില്ലനെ. എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഡ്രാഗണൊക്കെ ചുറ്റി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ വില്ലന് ഭയങ്കര സംഭവമൊക്കെ ആയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ വില്ലന് അടുത്തുണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എവിടെയും എനിക്കൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല. എവിടെയും ഒരു സീന് കഴിഞ്ഞ് മറ്റൊരു സീനിലേക്ക് എവിടെയും എനിക്ക് കണക്ഷൻ കിട്ടില്ല. പിന്നെ അത് പോരാത്തതിന് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇന്ദ്രയത്തിന്റെ ഒരു പോർഷനിൽ ഇന്ദ്രയത്തിനെ ഈ റാവൂത്തറിനെ കാണുന്ന സമയത്ത് ഒരു പാട്ട് വരുന്നുണ്ട്. ഒരു പാട്ട് ഒരു മാച്ചും വരില്ല. ഈ ഒരു സിനിമയുടെ ഗ്രാവിറ്റി പോലും മനസ്സിലാക്കാതെ, ഈ ഒരു സിനിമയുടെ ഒന്നും തന്നെ മനസ്സിലാക്കാതെ ഒരു പാട്ട്. ഏത് ടൈപ്പ് പാട്ട് എന്നറിയോ? തട്ടും തട്ടും താളം മുട്ടും മുട്ടും മേളം. ആ പുതിയ മുഖത്തിൽ ആ സാധനം ഉണ്ടല്ലോ, അതേ ടൈപ്പ് സാധനം ദീപക് ദേവ് ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമില്ലേ? ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡോൺ ഗാങ്സ്റ്റർ മൂവിയാണ്. ആ ഒരു പടത്തിലേക്ക് ഈ ഒരു പാട്ട് കൊള്ളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നി, വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, പൃഥ്വിരാജിന് വേണമെങ്കിൽ ഒരു L2 എന്ന് വേണമെങ്കിൽ പറഞ്ഞെടുക്കാം. ഇത്രത്തോളം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടും ഇത്രത്തോളം വലിയ രൂപത്തിൽ ഒരു ഇത് കൊടുക്കാതെ ഈ ഒരു പടം ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നോർമലായിട്ട് പ്രേക്ഷകന് കണ്ട് പോകാമായിരുന്നു. ഇനി L3 എടുക്കുമ്പം ഐ റിക്വസ്റ്റ്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ അതുല്യ കലാകാരൻ, നമ്മുടെ നാച്ചുറൽ ആർട്ടിസ്റ്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ, അദ്ദേഹത്തിന്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മാജിക്കൽ മെറ്റീരിയൽസ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടും. അത് ഗ്രാസ്പ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പടം എടുക്കും. അല്ലാതെ വെറും ഒരു പ്രതിമ ലാലേട്ടനെ ഞങ്ങൾക്ക് തരല്ലേ. വെറും ഒരു പ്രതിമ ലാലേട്ടനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തിനാന്ന് എനിക്ക് കുറച്ചുകൂടെ എനിക്കൊരു ലൈക്ക് തോന്നിയത് ഇന്ദ്രജിത് കുമാറിന്റെ റോളാണ്. കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പടം എടുക്കുമ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ഘടകങ്ങളും നെഗറ്റീവ് ഘടകങ്ങളും
മനസ്സിലാക്കിയും കൊണ്ട് ഒരു ബാലൻസ്ഡ് ആക്കിയിട്ട് എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. അത് നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലിപ്പോൾ ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്രത്തോളം തലക്കെടുക്കേണ്ട നമ്മൾ ബാലൻസ് ചെയ്തും കൊണ്ട് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പം ഈ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷന്റെ പോരായ്മയും തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത് പൃഥ്വിരാജ് ഈ പല കാര്യങ്ങളും ശ്രദ്ധിച്ചത് എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായമാണ്. മറ്റു പ്രേക്ഷകർക്ക് എന്താ തോന്നുന്നതെന്ന് അവരാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ എനിക്ക് ലൂസിഫർ ആസ്വദിച്ചതിൻ്റെ ഒരു 10% പോലും എമ്പുരാനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ നരനിലും രാവണപ്രഭു, അതേപോലെ തന്നെ നിർണയത്തിലും കിരീടത്തിലും സതയത്തിലും പല സിനിമകളിലും നമ്മൾ കണ്ടലക്ക കമ്പനി എന്ന് പറയുന്ന ഒരുപാട് സിനിമയിൽ നമുക്ക് മാജിക്കൽ മൊമെന്റ്സ് തന്നിട്ടുള്ള അതുല്യ കലാകാരനാണ് ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ നിന്ന് ഇതൊന്നല്ല കിട്ടുക. അദ്ദേഹത്തിന് വെറും നിർത്തി അഭിനയിപ്പിച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഊറ്റിയെടുക്കുക, നല്ല അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് നൽകുക. ഇതിലെ ഫൈറ്റിംഗ് സീൻ എന്നൊക്കെ പറയുന്നത് വളരെ ബോറായിരുന്നു ഫൈറ്റിംഗ് സീനുകളൊക്കെ. മഞ്ജു വാര്യർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അതുപോലെ തന്നെ ടൊവിനോ തോമസ് റബ്ബർ മൂങ്ങയായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിനൊന്നും ഒരു വലിയ ക്യാരക്ടറുകളൊന്നും ഇതിലില്ല. സുരാജ് ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. ഇപ്പം സുരാജിനൊന്നും അധികം ക്യാരക്ടറുകളില്ല. ദിസ് ഈസ് ഓൺലി ഫോർ എ മോഹൻലാൽ പ്രതിമ ആൻഡ് മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന പൃഥ്വിരാജിന്റെ ഒരു ദിനോസർ സിസ്റ്റമാറ്റിക് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് വിഷ്വലി കുറച്ച് ഒരു സുഖം കിട്ടിയെന്നല്ലാതെ ഈ സിനിമ ഒരു വളരെ ഡിസപ്പോയിന്റഡ് എനിക്ക് തോന്നിയത്. എന്തെന്നായി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചും കൊണ്ട് L3 നമുക്ക് മുമ്പിലേക്ക് വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.